അമേരിക്കയെ പോലുള്ള വളരെ ടെക്നോളജിക്കലി സാങ്കേതികമായിട്ട് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു സമാധാനം ഉള്ള ഒരു രാജ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ അവരെ അനുകരിക്കുകയാണ്, പാശ്ചാത്യ ലോകത്തെ അനുകരിക്കുകയാണ്. നമ്മളും ഈ അസന്തുഷ്ടിയും അശാന്തിയും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ? അവരുടെ വഴിയെ പോവുകയാണെങ്കിൽ ഇത് നമുക്കും ഉണ്ടാകും എന്നുള്ളതിനെപ്പറ്റി യാതൊരു സംശയവും. അവരുടെ വഴി അല്ലാതെ വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ കൃത്യമായിട്ടുള്ളൊരു പ്രിസ്ക്രിപ്ഷൻ ആരും അങ്ങനെ പലരും പ്രിസ്ക്രിപ്ഷൻ എൻ്റെ ഉണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടേതായ വഴി കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആധുനിക സാങ്കേതിക വിദ്യ നമുക്ക് വളരെ ആവശ്യമാണ്. ആഹാരം നൽകുന്നതിന് തന്നെ എത്ര വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, അവർക്ക് വേണ്ടി വരുന്ന ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സേവനം, അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ സേവനമാണ്, ആരോഗ്യ സേവനമാണ് നമ്മൾ പിന്തുടരേണ്ടത്? ഇപ്പോൾ അമേരിക്കയിലുള്ളതുപോലെ ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ട് കാശുള്ളവർക്ക് നല്ല ഏറ്റവും മെച്ചപ്പെട്ട ആതുര സേവനം, കാശില്ലാത്തവർക്ക് ഒരാശയമില്ലാത്ത അവസ്ഥ, അതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയെങ്കിൽ അവിടുത്തെ അപകടങ്ങൾ ഇവിടെയും ഉണ്ടാകും. അതേസമയത്ത് ആ കാര്യത്തിൽ വേറൊരു മോഡലാണ് ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ളത്. അവിടെ ഒരു പൊതു ആരോഗ്യ സേവന സംവിധാനമുണ്ട്. കേരളത്തിലും അങ്ങനെയാണ് ഉണ്ടായിരുന്നതും വളർന്നു വന്നതും. പക്ഷേ ഇപ്പോൾ നമ്മളതിൽ നിന്ന് മാറുകയാണ്. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ കൂടിയാണ് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇത് അഫോർഡ് ചെയ്യാൻ വയ്യാത്ത ആളുകൾക്ക് ഒറ്റപ്പെടലും പുറത്താക്കപ്പെടലുമാണ് ഉണ്ടാവുക. അപ്പോൾ നാട്ടിൽ വലിയ വലിയ ആശുപത്രി വന്നിട്ട് കാര്യമില്ല, ഈ ആശുപത്രിയിൽ നിന്ന് എനിക്ക് സേവനം കിട്ടുമോ എന്നുള്ളതാണ്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് കാശുള്ളവർക്ക് മാത്രം പഠിക്കാനുള്ള അവസരം എന്നുള്ളത് നമ്മൾ കേരളത്തിൽ വളർന്നു വന്ന ഒരു ദിശയിൽ നിന്നുള്ള വ്യതിയാനമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കച്ചവടവത്കരണത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കുകയാണ് എങ്കിൽ കുറേ പേർക്ക് ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങളും ബാക്കി ബഹുഭൂരിപക്ഷത്തിനും ഇതൊന്നും പറ്റാത്ത ഒരവസ്ഥയും ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. വയലൻസിലേക്ക് തിരിയും, അല്ലെങ്കിൽ ഏത് വിധത്തിലും പണം ഉണ്ടാക്കിയാലേ എനിക്കിതിൻ്റെ ഭാഗം കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് അവിഹിതമായ മാർഗ്ഗങ്ങളിലേക്ക് മാഫിയാവൽക്കരണം, ഇതിൻ്റെ തുടക്കം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശാസ്ത്രത്തിനെയും സാങ്കേതിക വിദ്യയും പഠിക്കാനായിട്ട് കാര്യമില്ല, ഇല്ല. ഇത് നമുക്കൊരു അവസരം തരുന്നു. പട്ടിണി മാറ്റാനുള്ള, എല്ലാവർക്കും ആഹാരം നൽകാനുള്ള ഒരു അവസരം കാർഷിക രംഗത്തുണ്ടായിട്ടുള്ള കുതിച്ചുചാട്ടം കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് പൊതുവിതരണ സമ്പ്രദായം നടപ്പാക്കാൻ പറ്റാത്തത് ആരുടെ കുറ്റമാണ്? നമ്മുടെ തന്നെ കുറ്റമാണ്. അപ്പോൾ ഇവിടെയാണ് ഈ സമന്വയം വരേണ്ടത്. നമുക്ക് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മെച്ചപ്പെട്ട ഉപകരണങ്ങളും ആയുധങ്ങളും അവസരങ്ങളും നൽകുന്നു. ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള കാഴ്ചപ്പാട്, അത് ഈ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന്, അത് അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം എന്നുള്ളൊരു ചോദ്യം വരുന്നത്. നമ്മളിപ്പോൾ 3 കെൻ വിൽബറിൻ്റെ പുസ്തകത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹം 4 ഒരു ചതുരംഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ 4 കോണുകൾ, 4 ക്വാഡ്രൻസ് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഒരു ക്വാഡ്രൻറ്റ് ഈ ശാസ്ത്രത്തിൻ്റെ വസ്തുക്കളെ തേടിയുള്ള ഇറ്റ്സ് എന്ന് പറയുന്നത്, അതിനെ തേടിയുള്ള അന്വേഷണമാണ്. അതിൻ്റെ തൊട്ട് താഴെ ഞാൻ എന്ന സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം, അതിനകത്ത് സൈക്കോളജിയും സാഹിത്യവും, മറ്റൊന്ന് നമ്മളിപ്പോൾ പറഞ്ഞ സമൂഹം എന്നുള്ളൊരു ക്വാഡ്രൻറ്റ്. പക്ഷെ ഇതിനെ 3നെയും യോജിപ്പിച്ച ഒരു അദ്വൈത ഒരു സമന്വയ ഒരു മാതൃക കണ്ടെത്താനായിട്ട് അദ്ദേഹം, അതായത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഒന്നുകൂടി തിരിച്ചു വന്നാൽ സമന്വയത്തിലേക്ക്, ഇത് 3ഉം ആവശ്യമാണ്, 3ഉം സമന്വയിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇതിനെ മറ്റൊരു മനുഷ്യൻ്റെ അന്തിമമായിട്ട് അർത്ഥത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ, സമാധാനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ, ഇതൊക്കെ ഒന്ന് പൂർത്തീകരിക്കാനാവുമോ? ഈ 3 ക്വാഡ്രൻസും അതിൻ്റെ അംശങ്ങളും വളരെ ശരിയാണ്. ഇതിന് 3നെയും ബന്ധിപ്പിക്കുന്ന ഒരു വേൾഡ് വിഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പ്രപഞ്ച മാതൃക, അല്ലെങ്കിൽ ദർശനം. ഈ ദർശനമാണ് 4ാമത്തെ ക്വാഡ്രൻറ്റിൽ വരേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ലോകദർശനം. ഓരോ വ്യക്തിക്കും ഒരു ലോകദർശനം ഉണ്ടാകും. വേറെ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റെഡിമെയ്ഡ് ദർശനം എടുക്കാം. അപ്പോൾ അവിടെ ഒരു പ്രശ്നമാകുന്നില്ലേ ഡോക്ടർ ആർ വിജയൻ? അത് ഓരോ വ്യക്തിക്കും ഒരു ലോകദർശനമുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരാശിയെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ഒരു ദർശനം എന്നുള്ള അപ്രാപ്യമാകുകയല്ലേ? ആരോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തരും കാണുന്ന റെയിൻബോ ഓരോന്നാണ്, നമ്മുടെ കണ്ണിൽ കൂടിയാണ്. കണ്ണിൽ ഈ പ്രകാശവീചികൾ സബ്റ്റൻഡ് ചെയ്യുന്ന ആ ആംഗിൾ അനുസരിച്ചാണ് ഈ റെയിൻബോ കണ്ണിലുണ്ടാകുന്നത്. പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും വിചാരം നമ്മളൊരു റെയിൻബോ ആണ് കാണുന്നതെന്നാണ്, മഴവില്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കണ്ണിൽ കൂടിയാണ് പ്രപഞ്ചത്തെ കാണുന്നതെങ്കിലും അതിനെ നമ്മുടെ ഉള്ളിൽ സമന്വയിപ്പിക്കുന്ന, എന്നെ ഇതിൻ്റെ ഭാഗമാക്കുന്ന ഒരു ദർശനം എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്.
ആ ദർശനം രൂപീകരിക്കുന്നതിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയും മറ്റുള്ളവരുടെ ദർശനങ്ങളും അവർ നൽകിയിട്ടുള്ള സംഭാവനകളും എല്ലാം വരുന്നുണ്ട്. പക്ഷെ അവസാനം ഇത് എൻ്റെ ദർശനമാണ്. ഞാനിവിടെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എന്നെയും ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തെയും ഈ സമൂഹം സ്ഥിതി ചെയ്യുന്ന പ്രപഞ്ചത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ദർശനത്തിലൂടെയാണ് എനിക്കൊരു റോൾ ഉണ്ടാകുന്നത്. ആ റോൾ ഇല്ലാതാകുമ്പോഴാണ് എലിയനേഷൻ വരുന്നത്. എന്നെ അവർ സ്വീകരിക്കുന്നില്ല, ഞാൻ പുറത്താക്കപ്പെടുന്നു, എനിക്കാരും ഇല്ല എന്നുള്ളൊരു ദർശനം വരുന്നത്. ഈ ഒരു ദർശനം എനിക്ക് ഉണ്ടാക്കാൻ കഴിയാത്തപ്പോഴാണ്. പക്ഷേ ഈ ദർശനം ബാക്കിയുള്ളവരുടെ ദയ കൊണ്ടുണ്ടാവേണ്ടതല്ല. ബാക്കിയുള്ളവർ നിങ്ങൾ സമ്മതിച്ചു തരണമെന്നില്ല, പക്ഷേ നിങ്ങളും ഞാനും എല്ലാം ഇതിൻ്റെ ഭാഗമാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എനിക്കതനുസരിച്ച് പ്രവർത്തിക്കാം. ആ ഒരു അവബോധം അതെങ്ങനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും? അത് വിദ്യാഭ്യാസത്തിലൂടെയാണോ? അതാണ് വിദ്യാഭ്യാസം നൽകേണ്ടത്. നിങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ ഭാഗമാകുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഞാനും എൻ്റെ തേങ്ങാക്കാരനും ആഭരണം ഉണ്ടാക്കുന്ന ആളും മാത്രം ആയാൽ ലോകമാവില്ല എന്നുള്ള ഒരു അറിവ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് നൽകുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മം. അവിടെ എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക? അപ്പം നമ്മൾ തൊഴിലില്ലാത്തതെന്ന് പറയുന്നു. തൊഴിലെങ്ങനെയാണ് ഉണ്ടാവുക? മറ്റുള്ളവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനമോ ഒരു സേവനമോ എനിക്ക് നൽകാൻ കഴിയുമ്പോഴാണ് എനിക്ക് തൊഴിലുണ്ടാകുന്നത്. അപ്പോഴാണ് ഞാൻ സമൂഹത്തിൻ്റെ ഭാഗമാകുന്നത്. അപ്പം അത് ചെയ്യാൻ ഞാൻ എങ്ങനെയാണ് പ്രാപ്തനാവുക? അതിന് ചില അറിവുകൾ വേണം, ചില ബിരുദങ്ങൾ, വൈദഗ്ധ്യങ്ങൾ വേണം, കാഴ്ചപ്പാടും വേണം. എൻ്റെ ധർമ്മം, ഞാൻ ഇതിൻ്റെ ഭാഗമാകുന്നത് എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമ്പോഴാണ് എന്നുള്ള ഒരു ബോധ്യം വരുമ്പോഴാണ് ആ ദർശനമാണ്.